إن الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് മുന്നോട്ട് പോകണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രാർത്ഥനയെ ഒരു വലിയ ആയുധമായാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥന അല്ലെങ്കിൽ രക്ഷ തേടുക എന്നുള്ളത് ഒരു ആയുധത്തിന്റെ സ്ഥാനത്താണുള്ളത്. ഒരു ആയുധത്തിന്റെ സ്ഥാനത്താണ്. ആയുധം എന്ന് പറയുമ്പോൾ അതിന്റെ മൂർച്ച മാത്രമല്ല പ്രധാനം, അത് ഉപയോഗിക്കുന്ന ആളിന്റെ ശക്തിയും കഴിവും മിടുക്കുമൊക്കെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആയുധം നല്ലതായിരിക്കണം, തകരാറുകളില്ലാത്തതായിരിക്കണം. എന്നാൽ അത് ഉപയോഗിക്കുന്നവൻ അത് കൃത്യമായി ഉപയോഗിക്കുവാനുള്ള കഴിവും ശക്തിയും ഉള്ളവനായിരിക്കുകയും വേണം.
എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ആയുധം ഉപയോഗിച്ച് അത് ഉപയോഗിക്കാനുള്ള കഴിവും ശക്തിയും കഴിവുമൊക്കെ ഉള്ളവൻ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു ആയുധം ഉപകാരപ്രദമായി മാറുക എന്നുള്ളത്. അതുപോലെയാണ് പ്രാർത്ഥനയുടെ കാര്യം. പ്രാർത്ഥന നന്നായിരിക്കണം. അത് ഉപയോഗിക്കുന്നവൻ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവനായിരിക്കണം. പ്രാർത്ഥന തടയുന്ന മറ്റു തടസ്സങ്ങളൊന്നും അവന് ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം അവനുണ്ടെങ്കിലേ അത് സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചോദിക്കണം നമ്മൾ അള്ളാഹുവിനോട്. ഏത് ചെറിയ കാര്യവും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കാനും പാടില്ല, ചുരുക്കാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. എല്ലാം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅല അഹദകും, നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഫൽയുക്സിർ, അവൻ ധാരാളമായി ചോദിച്ചു കൊള്ളട്ടെ, അവൻ കൂടുതലായിട്ട് ചോദിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു യസ്അലു റബ്ബഹു, നിശ്ചയം അവൻ ചോദിക്കുന്നത് അവന്റെ രക്ഷിതാവിനോടാണ്. അവന്റെ രക്ഷിതാവിനോടാണ്. ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെയും അതിനും അപ്പുറമുള്ളതെല്ലാം സൃഷ്ടിച്ച പരമകാരുണികനായ റബ്ബ്, അവന്റെ അടുക്കലാണ് സകല ഖജനാവുകളുമുള്ളത്. അവന്റെ അടുക്കലാണ് മുഴുവൻ കാര്യങ്ങളുമുള്ളത്. ആ റബ്ബിനോട് നിങ്ങൾ ധാരാളമായി ചോദിക്കുക എന്ന് ആ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന നിർവഹിക്കാത്തവനോ അവൻ ഏറ്റവും വലിയ അശക്തനാണെന്നാണ് പഠിപ്പിച്ചത്. അവൻ ഏറ്റവും വലിയ ദുർബലനാണെന്നാണ് പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഖലൻ നാസി മിൻ ബഖില ബിസ്സലാം, മനുഷ്യരിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറയുന്നത് സലാം കൊണ്ട് പിശുക്ക് കാണിക്കുന്നവനാണെന്ന് പറഞ്ഞു. സലാം പറയാതിരിക്കുക, അതിനു മടി, അത് വ്യാപിപ്പിക്കില്ല. അവൻ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ജനങ്ങളിലെ ഏറ്റവും വലിയ അശക്തൻ, ദുർബലൻ അവൻ ആരാണെന്ന് പഠിപ്പിച്ചു. മൻ അജസ അൻ ദുആ, ദുആയിൽ ഒന്നും ചെയ്യാത്തവൻ, ദുആ കൊണ്ട് ഒന്നും നിർവഹിക്കാത്തവൻ, പ്രാർത്ഥിക്കാത്തവൻ, അവൻ ദുആ ചെയ്യാൻ സാധിക്കാത്ത ആ മനുഷ്യൻ അവൻ അശക്തനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന നിർവഹിക്കാതിരിക്കാൻ പാടില്ല. ഇനി ഒരുവൻ പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന നിർവഹിക്കാത്തവനോട് അള്ളാഹുവിന്റെ കോപമുണ്ടാകുകയും ചെയ്യും. പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പ്രാർത്ഥനകളെ സംബന്ധിച്ച് പ്രത്യേകമായി ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ ചില സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ചില വിഭാഗങ്ങളെ സംബന്ധിച്ച്, ചില വ്യക്തികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും തള്ളപ്പെടാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനയായി പഠിപ്പിച്ചത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. തടസ്സങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് എത്തുമെന്നാണ് ആ പ്രാർത്ഥന. അതിന് ഉത്തരം ലഭിക്കുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസു ദഅവാതിൻ, മൂന്ന് പ്രാർത്ഥനകൾ ലാ തുറദ്, അത് തള്ളപ്പെടുകയില്ല. ദഅവത്തുൽ വാലിദ്, ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. വദഅവത്തു സ്വായിം, രണ്ടാമത്തത് നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മുസാഫിർ, മറ്റൊന്ന് യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ആ ഹദീസിൽ ആ മൂന്ന് കാര്യം ആളുകളെ കുറിച്ചാണ് പഠിപ്പിച്ചത്. അതല്ലാത്ത കാര്യങ്ങൾ മറ്റു ചില ഹദീസുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരുടെ പ്രാർത്ഥനകൾക്ക്, ബാപ്പമാരുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശ്രേഷ്ഠതയും പ്രാധാന്യവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രത്തിൽ ചില വ്യക്തികൾ കടന്നുപോയിട്ടുണ്ട്. മഹാന്മാരായ, പണ്ഡിതന്മാരായ, ശ്രേഷ്ഠരായ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഈ ആളുകളുടെയൊക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോ കുറെ പണ്ഡിതന്മാർക്ക് ബാപ്പ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഉമ്മ ചേർത്തു പിടിച്ച് ഉമ്മയുടെ പ്രാർത്ഥനയിൽ വളർന്ന് വലിയ ആളുകളായി തീർന്ന ആളുകളുണ്ട്.
ഒരു സംഭവം ചരിത്രത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഉമവി ഖലീഫമാരിൽ അഞ്ചാമനായ അബ്ദുൽ മാലിക് ബിൻ മർവാൻ അമവി ഖലീഫമാരിലെ അഞ്ചാമനാണ്. അദ്ദേഹം തന്റെ 2 മക്കളുമായി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോ സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനെ അവിടെയുള്ള ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കറുത്തിരുണ്ട മനുഷ്യനാണ്, മുടന്തനായ ഒരു മനുഷ്യനാണ്, ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആളുകൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമസ്കാരം പൂർത്തിയായപ്പോ ഇവർ സംശയം ചോദിക്കുകയാണ്. ഏത്? ഈ ഭരണാധികാരി സംശയം ചോദിക്കുകയാണ്. ഫലമ്മാ അത്തിമ്മ സ്വലാത്തഹു സഅലൂഹു ഫറദ്ദ അലൈഹിം വലം യൽതഫിത് ഇലൈഹിം. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തർ ചോദ്യം ചോദിച്ചു. ഭരണാധികാരി അടക്കം ചോദ്യം ചോദിക്കുമ്പോ അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ രാജാവിലേക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഉത്തരം പറഞ്ഞ ആ ഭരണാധികാരിയെ, ആ മനുഷ്യനെ ഭരണാധികാരി തന്റെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ വ്യക്തി ആരാണെന്നും ആ വ്യക്തിയെ കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരായിരുന്നു എന്നറിയുമോ? ആ കറുത്തിരുണ്ട മനുഷ്യൻ. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഒക്കെ ആ സ്വഹാബികളിൽ നിന്നെല്ലാം അറിവ് നേടിയ ഒരു മഹാമനുഷ്യനാണ് ആ വ്യക്തി. അതുമാത്രവുമല്ല, മുജാഹിദ്, അഹ്മദ്, ഇമാം സുഹരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ റഹ്മഹുമുല്ലാഹ് അവരുടെ എല്ലാം ഒരു വലിയ ഗുരുനാഥനായിരുന്നു ഈ മനുഷ്യൻ. വലിയൊരു ഗുരുനാഥനായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ച് ആളുകൾ വരുമ്പോ ഈ മനുഷ്യന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ഇന്ന വ്യക്തിയില്ലേ? ആ വ്യക്തി ഉള്ളപ്പോൾ നിങ്ങൾ പിന്നെ ഫത്വ ചോദിച്ച് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നവരോട് ചോദിക്കുകയും ചെയ്തു. ഈ വ്യക്തി ചെറുപ്പത്തിൽ കുട്ടികൾ കളിയാക്കുമായിരുന്നു, കളിക്കാൻ കൂട്ടില്ലായിരുന്നു. മുടന്തനാണ്, ഒരു കണ്ണിന് കാഴ്ചക്കുറവാണ്, കറുത്തിരുണ്ട ആളാണ്. അപ്പൊ ആളുകൾക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ആ രൂപത്തിലുള്ള ഒരു കോലമായതുകൊണ്ട് കുട്ടികളാരും കളിക്കാൻ കൂട്ടില്ല. വലിയ വിഷമമായിരുന്നു, ദുഃഖമായിരുന്നു. ഉമ്മയുടെ അടുക്കൽ വന്ന് ഈ സങ്കടം പറയുമ്പോ ഉമ്മ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു, മോനെ നീ അറിവ് നേടുക, നീ അറിവ് സമ്പാദിക്കുക. അങ്ങനെ അറിവ് നേടി ആളുകളെല്ലാം വന്ന് സമീപിക്കുന്ന ഒരു മഹാപണ്ഡിതനായി, ഒരു മഹത് വ്യക്തിത്വമായി മാറിയ ആ വ്യക്തിയാണ് അത്അ ഇബ്നു അബി റബാഹ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു കാരുണ്യവും ആ മാതാവിന്റെ പ്രാർത്ഥനയും കരുതലും ചേർത്തുപിടിക്കലും ഒരു വ്യക്തിയെ എത്രത്തോളം ഉയർത്തി എന്നുള്ളത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആദ്യത്തെ വിവാഹം നടന്നു, അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീട് ആ ബന്ധം ഏർപ്പെടുന്നു, മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നു. ചരിത്രത്തിൽ ഒരുപാട് തുല്യതയില്ലാത്ത പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്ന, ഒരുപാട് കഠിനമായ യാതനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു ചരിത്രം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. അവരുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. 10 വയസ്സുള്ളപ്പോ ആ മകന്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് അവർ പറയുകയാണ്, ആ സമയത്ത് ഈ കുഞ്ഞ് 10 വയസ്സുള്ള കുഞ്ഞാണ്. ആ ഹദീസിൽ കാണാം, ഉമ്മയുടെ തട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ആ മകൻ. കുറച്ചു ഭാഗം തട്ടത്തിന്റെ അകത്തും കുറച്ചു ഭാഗം തട്ടത്തിന് പുറത്തുമായി നാണിച്ചു നിൽക്കുന്ന ഒരു പയ്യനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഫഖാലത്ത് യാ റസൂലല്ലാഹ് ഹാദാ ഉനൈസുൻ ബിനി. റസൂലേ, ഇതെന്റെ മകൻ അനസാൻ, ഇതെന്റെ മകൻ അനസാൻ. അതൈതുക ബിഹി യഖ്ദുമുക ഫദ്ഉല്ലാഹ ലഹു. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, അങ്ങേക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ഈ കുട്ടിയെ. അങ്ങൊന്ന് ഈ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം.
ഇവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, ഈ കുട്ടിക്ക് സമ്പത്തും സന്താനങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, എനിക്ക് ധാരാളം സമ്പത്തുണ്ടായി, എനിക്ക് ധാരാളക്കണക്കിന് സമ്പത്തുണ്ടായി. നൂറിനടുത്ത്, മറ്റൊരിടത്ത് കാണാം നൂറുകണക്കിന് മക്കളെയും ചെറുമക്കളെയും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. എല്ലാവരെയും കൂടെ കണക്ക് കൂട്ടുമ്പോൾ നൂറുകണക്കിനുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രവുമല്ല, പ്രവാചകന്റെ ഒരു സേവകനായിക്കൊണ്ട് 10 വർഷക്കാലം റസൂലുള്ളയോടൊപ്പം ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഏകദേശം 2286 ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. ഒന്നാലോചിച്ച് നിൽക്കും, ആ ഉമ്മയുടെ കരുതലും ഉമ്മയുടെ ഒരു തീരുമാനമെടുക്കലും റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് എത്തിക്കലും പിന്നീട് അദ്ദേഹം ആരായി മാറുന്നു എന്നുള്ളതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. മഹാനായ ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ്, ഇമാം ശാഫിഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. ഹിജ്റ 150-ലാണ് ഗസയിലാണ് ജനിക്കുന്നത്. അതിനുശേഷം ഹിജ്റ 204 ഈജിപ്തിൽ വെച്ചാണ് വഫാത്താകുന്നത്. 54 വയസ്സാണ് മരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. 54 വയസ്സ്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് 2 വയസ്സായപ്പോ മകന്റെ പഠനത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പോവാൻ. നോക്കൂ, നിങ്ങൾ ഇൽമ് നേടുന്നതിനും അതിനോടുള്ള ആ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ. പിതാവ് നേരത്തെ മരണപ്പെടുന്നുണ്ട്. ആ ഉമ്മയും മകനും 7ാമത്തെ വയസ്സിൽ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി. അതിനുശേഷം ഇമാം മാലിക് റഹ്മഹുള്ളയുടെ അടുക്കൽ ഇൽമു പഠിക്കുവാൻ വേണ്ടി, ദീൻ പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 1ാമത്തെ ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥം അൽ മുവത്ത അത് മനഃപ്പാഠമാക്കി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ്. നോക്കൂ, ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് മദീനയിലേക്ക് കൊണ്ടുവരുന്നതും മദീനയിൽ അക്കാലത്ത് ദർസ് നടത്തിയിരുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് എത്തിക്കുന്നതും. അങ്ങനെ ചെറുപ്രായത്തിലെ ഉപ്പ മരിച്ചു പോയിട്ടും ഉമ്മയുടെ കരുതലിലും സ്നേഹത്തിലും ആ മകൻ വളർന്ന് വലുതായി വളരെ ശ്രേഷ്ഠമായ ലോകത്തിന് തന്നെ മഹത്തായ സംഭാവനകളായി മാറിയ അർ-റിസാല, അൽ ഉമ്മ് എന്നിങ്ങനെയുള്ള കർമ്മശാസ്ത്ര രംഗത്തെ ഏറ്റവും വിലപ്പെട്ട വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഈ സമൂഹത്തിന് സമ്മാനിക്കുവാൻ ആ മകനിലൂടെ സാധിച്ചു. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പിതാവിന്റെ വിയോഗം, മാതാവിന്റെ പ്രാർത്ഥനയും സ്നേഹവും അവരുടെ ഒരു കരുതലുമൊക്കെയായിട്ട് ആ മകൻ വളർന്ന് ലോകമറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായി, ഇമാമിങ്ങളിലെ ഒരു ഇമാമിയും ആയി അദ്ദേഹത്തെ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ മഹത്തരമാണ് ആ കാര്യം. ഇതുപോലെ തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയുടെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബഗ്ദാദിൽ ജനിച്ച് ബഗ്ദാദിൽ തന്നെ 75ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. ഈ അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള ഇമാമുസ് സുന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇമാമുസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. സുന്നത്തിനെ അത്രത്തോളം മുറുകെ പിടിച്ചു. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അദ്ദേഹത്തിന് 3 വയസ്സിൽ ഉപ്പ മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെയും 3ാമത്തെ വയസ്സിൽ ഉപ്പ മരിക്കുകയാണ്. അതിനുശേഷം സഫിയ ബിൻത് മൈമൂന അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. മകനെ ഒരു മഫ്തയിൽ പൊതിഞ്ഞ് സുബഹിക്ക് ആ ഉമ്മ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മഫ്തയിൽ പൊതിഞ്ഞ് ആ കുഞ്ഞിനെ ഉമ്മ പള്ളിയിലേക്ക് കൊണ്ടുപോകും. 10 വയസ്സാകുമ്പോൾ ആ കുഞ്ഞ് ഖുർആൻ മനഃപ്പാഠമാക്കുകയാണ്. അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഖുർആൻ അത് കലാമുള്ളയാണോ ഖൽഖുള്ളയാണോ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അള്ളാഹുവിന്റെ സംസാരമാണോ എന്ന വിഷയത്തിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ആ നാട്ടിലുണ്ടായി. കലാമുള്ളയാണ് ഖുർആൻ എന്നുള്ളതാണ് പ്രബലം. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്നതും അതാണ്. പക്ഷേ ചില വീക്ഷണങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായി. അവിടെ ഒരു സൃഷ്ടിവാദം വന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന ആ വാദത്തിലേക്ക് വന്നു. ബഹുഭൂരിഭാഗം ആളുകളും ഭരണാധികാരികളും പണ്ഡിതന്മാരും ഒക്കെ ആ വിഷയത്തിൽ ഈ ഒരു വാദത്തിൽ ഉറച്ചു നിന്നപ്പോ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് ഉറച്ചു നിന്നു.
വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു, മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഒരു മഹാപണ്ഡിതനായിട്ട് പോലും ആ സമൂഹത്തിലുള്ള മറ്റു പണ്ഡിതന്മാരൊക്കെ ഭരണാധികാരികളെ ഭയന്ന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായപ്പോ ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ ആ സുന്നത്തിനെ അല്ലെങ്കിൽ ആ കാര്യത്തെ മുറുകെ പിടിച്ചു നിന്ന ആ അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ 3000-ത്തിലധികം ഹദീസുകളുള്ള മുസ്നദ് അഹ്മദ് എന്ന ഒരു ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതുപോലെ ചെറുപ്രായത്തിലെ കരുതലിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ സ്നേഹത്തിന്റെയും ലാളനയുടെയും ഒക്കെ ഒരു വലിയ സന്ദേശം ചരിത്രം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരായ സലഫു സ്വാലിഹുകളായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒരുപക്ഷെ അവരുടെ എല്ലാം രക്ഷകരായി നിൽക്കേണ്ട, സംരക്ഷകരായി നിൽക്കേണ്ട പിതാക്കൾ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മമാർ വളർത്തിയ മക്കളാണ് ഈ പറഞ്ഞത്. ഉമ്മമാർ വളർത്തിയെടുത്ത മക്കളാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത ഖൈറാൻ, ബർക്കത്താൻ. അതൊക്കെ ഉള്ളിൽ നിന്നുണ്ടായ കുറെ പ്രാർത്ഥനകളുടെ റിസൾട്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. ആ പ്രാർത്ഥന നിർവഹിക്കാൻ നമ്മൾ യോഗ്യരാകണം, നമ്മൾ യോഗ്യത ഉള്ളവരാകണം. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരലോക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് തിരിച്ചറിഞ്ഞ ബോധ്യമുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, സ്വീകരിക്കുന്ന പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന, അതുവഴി എല്ലാവിധ നന്മകളും നേടിയെടുക്കുന്ന യഥാർത്ഥ സൗഭാഗ്യരിൽ അള്ളാഹു നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വളരെ ഗൗരവപ്പെട്ട ചില പാഠങ്ങളാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ചില പണ്ഡിതന്മാരുടെ ജീവിതത്തിലൂടെ, അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ വലിയ വലിയ മാറ്റങ്ങളാണ്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലയാണ്. ബുഖാറയിൽ ജനിച്ച, റഷ്യയിലെ ബുഖാറയിൽ ജനിച്ച ഇമാം ബുഖാരി റഹ്മഹുല്ല അന്ധനായിരുന്നു. ചെറുപ്രായത്തിൽ കാഴ്ചയില്ലായിരുന്നു. പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ആ കാഴ്ച തിരിച്ചു കിട്ടിയെന്നാണ്. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ആ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ചെറുപ്രായത്തിൽ തന്നെ ഇമാം ബുഖാരിയുടെയും ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയാണ് പിന്നീട് വളർത്തുന്നതും ആ മകനെയും കൊണ്ട് വ്യത്യസ്ത നാടുകളിൽ സഞ്ചരിക്കുന്നതും. 16 വർഷം നീണ്ടുനിന്ന ത്യാഗസമ്പൂർണമായ ഒരു ജീവിതത്തിലൂടെ ഏകദേശം 6 ലക്ഷത്തിലധികം ഹദീസുകളിൽ നിന്നും, അതിൽ നിന്നാണ് സഹീഹായ ഹദീസുകളെ വേർതിരിച്ച് ക്രോഡീകരിച്ച് സഹീഹുൽ ബുഖാരി എന്ന മഹത്തായ ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും സ്വീകാര്യ യോഗ്യമായ ഗ്രന്ഥമായി കൊണ്ട് മുസ്ലിം ലോകം രേഖപ്പെടുത്തുന്നത്, കണക്കാക്കുന്നത് ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിയാണ്. അത്രത്തോളം ശ്രേഷ്ഠതയിലേക്ക് എത്തിയ ആ വ്യക്തിയും ഉപ്പ മരണപ്പെട്ട് ഉമ്മയുടെ സംരക്ഷണയിൽ വളർന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് വളരെ വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഇബ്നുൽ ജൗസി എന്ന പേരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ പേര് ജമാലുദ്ദീൻ അബ്ദുൽ ഫർജ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉമ്മയുടെ ഒരു ത്യാഗം, ഉമ്മയുടെ ഒരു പ്രയത്നം. അതിന്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതവും. ഹദീസ് നിദാന ശാസ്ത്രത്തിലാണ് അദ്ദേഹം ഏറ്റവും വലിയ പ്രഗത്ഭമായി തീർന്നതും ഒരുപാട് രചനകൾ ചെയ്തതും. അതുപോലെ തന്നെ മുഫസ്സിറുകളുടെ പേര് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പേരാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ്. ഇബ്നു കസീർ റഹ്മഹുല്ലയുടെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനായിരുന്ന ആ വ്യക്തിയും
നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ പല രൂപത്തിലും അവലംബിക്കാവുന്ന തഫ്സീർ ഇബ്നു കസീർ എന്ന് പറയുന്ന ഒരു വലിയ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം തയ്യാറാക്കിയ ആ വ്യക്തിത്വവും യഥാർത്ഥത്തിൽ ഇതേപോലെ ചെറുപ്രായത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മഹുല്ലാ ചരിത്രത്തിൽ കടന്നുപോയ വ്യക്തികളാണ്. അന്ധനായിരുന്ന വ്യക്തിയാണ്, കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട വ്യക്തിയാണ്. 3-ാമത്തെ വയസ്സിൽ ഇബ്നു ബാസ് റഹ്മഹുല്ലയുടെയും വാപ്പ മരണപ്പെടുന്നുണ്ട്. ഉമ്മയാണ് വളർത്തി വലുതാക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പാഠം മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കാനാണ്? എന്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? അതുകൊണ്ട് പരിഗണനയുടെ ഒരു വലിയ ഭാഗം പ്രാർത്ഥനയാണ്. അത് ഏത് നിസാരമായ കാര്യവും നമ്മൾ അള്ളാഹുവിനോട് പറയണം. ചെരുപ്പിന്റെ വാറൊന്ന് പൊട്ടിയാൽ പോലും അതൊന്ന് നന്നായി കിട്ടാനോ മറ്റൊന്ന് കിട്ടാനോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എല്ലാം അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ ഒരു പക്ഷേ ദുനിയാവിൽ അത് നമുക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് അത് തള്ളി എന്നാണോ? അത് തള്ളിക്കളഞ്ഞു എന്നാണോ? അല്ല. അതിനും അപ്പുറം അള്ളാഹു പ്രാർത്ഥനയുടെ സ്വീകാര്യത പല രൂപത്തിലാണ്. ഒരു പക്ഷേ വരാനിരിക്കുന്ന നമ്മൾ വരേണ്ട ഒരു അപകടത്തെ തള്ളിമാറ്റിയിട്ടോ തട്ടിമാറ്റിയിട്ടോ ആയിരിക്കും അള്ളാഹു അത് സ്വീകരിക്കുക. അതുമല്ലെങ്കിൽ അള്ളാഹു നാളെ പരലോകത്തേക്ക് ഒരു വലിയ പ്രതിഫലമായിട്ട് അള്ളാഹു അതിനെന്ത് ചെയ്യും? നമുക്ക് മാറ്റിവെക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാർത്ഥനയും തള്ളിപ്പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു ജീവിതത്തിന്റെ നിശ്ചിത വളരെ തുച്ഛമായ ആയുസ്സാകുന്ന ഈ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് പ്രഭാതത്തിൽ നിർവഹിക്കണം, പ്രദോഷത്തിൽ നിർവഹിക്കണം, രാത്രിയിൽ നിർവഹിക്കണം, നമസ്കാരമാകുന്ന ആരാധനയിലൂടെ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അതല്ലാത്ത സമയങ്ങളിലൊക്കെ പലപ്പോഴും വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് പലപ്പോഴും ചില ആളുകളുണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കടന്നു വരും. ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള അദ്കാറുകളും പ്രാർത്ഥനകളും കൊണ്ട് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഒരു വലിയ മരുന്നാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുക, നോക്കിക്കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന, പ്രാർത്ഥനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതുവഴി പരലോകത്ത് ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കുന്ന സൗഭാഗ്യരിൽ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകളും നീ പരിപൂർണമായും ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളും, ഞങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളും, ഞങ്ങൾ നടത്തുന്ന ഖുർആൻ പാരായണങ്ങളും, ഞങ്ങൾ നൽകുന്ന സ്വതക്കകളും, ഞങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും ചെറുതായ നന്മകൾ പോലും റബ്ബേ, അത് ഏറ്റവും വലിയ പ്രതിഫലമാക്കി നീ ഞങ്ങൾക്ക് പരലോകത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. കത്തിയാളുന്ന നരകത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിലൊക്കെ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉമ്മമാര്, കുടുംബക്കാര്, ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു, മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹു, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പലവിധ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും